അള്ളാഹു ജീവിതവും മരണവും സൃഷ്ടിച്ചത് നിങ്ങളിൽ ആരാണ് നന്നായി പ്രവർത്തിക്കുന്നതെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. 3-ാം അധ്യായം ആൽ ഇമ്രാനിലെ 185-ാം വചനത്തിൽ അള്ളാഹു പറയുന്നു, ഏതൊരു ദേഹവും മരണവും ആസ്വദിക്കുന്നതാണ്. നിങ്ങളുടെ പ്രതിഫലങ്ങൾ ഉയിർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായി നൽകപ്പെടുകയുള്ളൂ. അപ്പോൾ ആർ നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്യുന്നുവോ അവനാണ് വിജയം നേടുന്നത്. ഐഹിക ജീവിതം കബളിപ്പിക്കുന്ന ഒരു വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. അതായത് ഈ ജീവിതം പരലോകത്തേക്കുള്ള ഒരു പരീക്ഷണമാണ്. അള്ളാഹുവിന്റെ കൽപ്പനകൾ താങ്കൾ പാലിച്ചാൽ അടുത്ത ജീവിതത്തിൽ സ്വർഗം ലഭിക്കും. പാലിക്കുന്നില്ലെങ്കിൽ സ്വർഗം ലഭിക്കില്ല, നരകത്തിൽ പോവും. ഈ ലോകത്തിലെ നിലനിൽപ്പിന്റെ ലക്ഷ്യമായി അള്ളാഹു പറയുന്നത് പരലോകത്തേക്കുള്ള പരീക്ഷണമാണ് എന്നാണ്. 29-ാം അധ്യായം അൻകബൂത്തിലെ 2-ാം വചനത്തിൽ അള്ളാഹു പറയുന്നു, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നതുകൊണ്ട് മാത്രം തങ്ങൾ പരീക്ഷണത്തിന് വിധേയരാകാതെ വിട്ടേക്കപ്പെടുമെന്ന് മനുഷ്യർ വിചാരിക്കുകയാണോ? ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, ഞാനൊരു മുസ്ലിമാണ്, ഞാനൊരു മുഅ്മിനാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു വെറുതെ വിടുമെന്നാണ് വിചാരിക്കുന്നത്? പരീക്ഷ കഴിഞ്ഞു എന്നാണോ വിചാരിക്കുന്നത്? അള്ളാഹു പറയുന്നു, പരീക്ഷയില്ല എന്ന് വിചാരിക്കരുത്. ഒരു മുസ്ലിമാണ്, ഒരു വിശ്വാസിയാണ്, ഞാൻ എല്ലാം അള്ളാഹുവിന് സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നിന്നെ വെറുതെ വിടില്ല. തീർച്ചയായും അള്ളാഹു നിന്നെ പരീക്ഷിക്കും. 2-ാം അധ്യായം ബഖറയിലെ 155-ാം വചനത്തിൽ അള്ളാഹു പറയുന്നു, കുറച്ചൊക്കെ ഭയം, പട്ടിണി, ധനനഷ്ടം, ജീവനഷ്ടം, വിഭവനഷ്ടം എന്നിവ മുഖേന നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക. അള്ളാഹു പറയുന്നു, ഭയം കൊണ്ടോ പട്ടിണി കൊണ്ടോ ജീവനഷ്ടം കൊണ്ടോ ധനനഷ്ടം കൊണ്ടോ അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും. അള്ളാഹു വിവിധ ആളുകളെ വിവിധ രൂപത്തിലാണ് പരീക്ഷിക്കുക. 6-ാം അധ്യായം അൻആം 165-ാം വചനത്തിൽ അള്ളാഹു പറയുന്നു, നിങ്ങളിൽ ചിലരേക്കാൾ പല പദവികളിൽ അവൻ ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് അവൻ നൽകിയതിൽ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി അത്രയത്. ചിലർ ദരിദ്രരായി ജനിക്കുന്നു, ചിലർ സമ്പന്നരായി ജനിക്കുന്നു, ചിലർ ആരോഗ്യത്തോടെ ജനിക്കുന്നു, ചിലർ രോഗത്തോടെ ജനിക്കുന്നു. എങ്കിൽ അള്ളാഹു എങ്ങനെയാണ് നീതിമാനാണെന്ന് പറയുക എന്ന് ചിലർ ചോദിക്കാറുണ്ട്. ഇത് നീതിയല്ല, അള്ളാഹു നീതിമാനല്ല. എങ്ങനെ അവന്റെ മനുഷ്യർക്കിടയിൽ വ്യത്യാസം കാണിക്കാൻ സാധിക്കുന്നു? നമുക്കറിയാം, ഈ ലോകത്ത് ജീവിതവും മരണവും ഉള്ളതുപോലെ ആരോഗ്യവും രോഗവുമുണ്ട്, സമ്പന്നതയും ദാരിദ്ര്യവുമുണ്ട്. ഇതെല്ലാം പരീക്ഷണമാണ്. 8-ാം അധ്യായം അൻഫാലിലെ 28-ാം വചനത്തിൽ അള്ളാഹു പറയുന്നു, നിങ്ങളുടെ സ്വത്തുക്കളും നിങ്ങളുടെ സന്താനങ്ങളും ഒരു പരീക്ഷണമാണെന്ന് മനസ്സിലാക്കുക. 63-ാം അധ്യായം മുനാഫിക്കൂനിലെ 9-ാം വചനത്തിൽ അള്ളാഹു പറയുന്നു, സത്യവിശ്വാസികളെ, നിങ്ങളുടെ സ്വത്തുക്കളും സന്താനങ്ങളും അള്ളാഹുവെപ്പറ്റിയുള്ള സ്മരണയിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാതിരിക്കട്ടെ. മനുഷ്യരെ അള്ളാഹു പരീക്ഷിക്കുന്നത് വിവിധ രൂപത്തിലാണ്. സൽപ്രവർത്തനം ഏതാണെന്ന് ആരോട് ചോദിച്ചാലും ദാനധർമ്മമാണെന്ന് വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും പറയും. എല്ലാവരും ഒരുപോലെ. സമ്പന്നരാണെങ്കിൽ എങ്ങനെയാണ് അള്ളാഹു ദാനധർമ്മത്തിൽ പരീക്ഷിക്കുക? പരീക്ഷ എവിടെയാണ്? ചിലർ സമ്പന്നരും ചിലർ ദരിദ്രരുമാവുമ്പോൾ മാത്രമേ പരീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. വ്യത്യസ്ത രൂപത്തിലാണ് അള്ളാഹു ജനങ്ങളെ പരീക്ഷിക്കുന്നത്. ചിലർ സമ്പന്ന കുടുംബത്തിൽ ജനിച്ച് ധനികരാകും, ചിലർ ദരിദ്രരായി ജനിക്കുന്നു. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിലൊന്ന് സക്കാത്താണ്. 85 ഗ്രാം സ്വർണം എന്ന കണക്കിന് മുകളിൽ സമ്പാദ്യമുള്ള ഓരോ ധനികനും അവന്റെ സമ്പാദ്യത്തിന്റെ 2.5% നിർബന്ധമായും ഓരോ ചന്ദ്രവർഷത്തിലും ദാനം ചെയ്യണം. ഒരു വ്യക്തി ലക്ഷപ്രഭുവോ കോടീശ്വരനോ ആയിരിക്കാം. അദ്ദേഹം സക്കാത്ത് നൽകിയാൽ പരീക്ഷണത്തിൽ വിജയിക്കും. ആവശ്യമായ കണക്ക് പ്രകാരം നൽകാതെ ഒരു ഭാഗം മാത്രം നൽകിയാൽ, ഒരുപക്ഷെ 0.5% മാത്രം നൽകിയാൽ അവൻ പരാജയപ്പെടുന്നു. ചിലർ തീരെ സക്കാത്ത് നൽകില്ല, അവൻ പരിപൂർണമായും പരാജയപ്പെടുന്നു. ദരിദ്രൻ സക്കാത്ത് കൊടുക്കേണ്ടതില്ല, അവൻ അതിൽ പരിപൂർണമായും വിജയിക്കുന്നു. പക്ഷേ നമ്മൾ മനുഷ്യർ എന്താ പറയാറ്? പാവം ദരിദ്രൻ, ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട്. നമ്മൾ സമ്പന്നനെ നോക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സമ്പന്നന് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ ദരിദ്രനേക്കാൾ വളരെ പ്രയാസമാണ്. 8-ാം അധ്യായം അൻഫാലിലെ 28-ാം വചനത്തിൽ അള്ളാഹു പറയുന്നു, തീർച്ചയായും നിങ്ങളുടെ സ്വത്തുക്കൾ ഒരു പരീക്ഷണമാണ്. ഇവൻ സമ്പന്നൻ, അള്ളാഹുവിന് അനുഗ്രഹം കിട്ടിയവൻ എന്ന് ചിന്തിക്കുന്ന നമ്മൾ വിഡ്ഢികളാണ്. അതൊരു പരീക്ഷണമാണ്, അതൊരനുഗ്രഹമാണ്. ആ അനുഗ്രഹം ഉപയോഗിക്കുന്നില്ലെങ്കിൽ പരാജയപ്പെടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഉദാഹരണത്തിന്, കഴിഞ്ഞ വർഷം കിട്ടിയ ഒരു ചോദ്യപേപ്പർ 2002 വളരെ പ്രയാസമുള്ളൊരു ചോദ്യം വന്നു. അധിക വിദ്യാർത്ഥികൾക്കും ഉത്തരം നൽകാൻ സാധിച്ചില്ല. അടുത്ത വർഷം ആ ചോദ്യം വന്നില്ല. ആ ചോദ്യം വന്നില്ല എന്ന് പറയുന്നത് എത്ര മണ്ടത്തരമാണ്. ആ ചോദ്യം വരാത്തതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. സമ്പത്ത് പരീക്ഷണമാണ്. സമ്പത്തില്ലാത്തവർക്ക് സ്വർഗ്ഗത്തിൽ പോവാൻ സമ്പന്നരേക്കാൾ എളുപ്പമാണ്. അള്ളാഹു വിവിധ മനുഷ്യരെ വിവിധ രൂപത്തിലാണ് പരീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, സമ്പത്ത് നിങ്ങളെ ദൈവസ്മരണയിൽ തെറ്റിക്കാതിരിക്കട്ടെ, അത് ഒരു പരീക്ഷണമാണ്. മറ്റൊരു പരീക്ഷണം സംതൃപ്തിയാണ്. പ്രിയപ്പെട്ട പ്രവാചകൻ പറഞ്ഞു,
ബുഖാരിയിലെ 8-ാം വാള്യം 447 നമ്പർ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾക്ക് സ്വർണത്തിന്റെ ഒരു താഴ്വര ഉണ്ടെങ്കിൽ രണ്ടാമതൊന്നുണ്ടാകുവാൻ അവൻ ആഗ്രഹിക്കും. ഒരു സ്വർണ്ണ താഴ്വര ഉണ്ടെങ്കിൽ മറ്റൊരു സ്വർണ്ണ താഴ്വര ഉണ്ടാവാൻ അവൻ ആഗ്രഹിക്കും. മണ്ണുകൊണ്ട് മാത്രമേ അവന്റെ വായ നിറയുകയുള്ളൂ. സമ്പന്നൻ, അവൻ ലോകത്തെ എത്ര വലിയ സമ്പന്നനാവട്ടെ, കൂടുതൽ സമ്പന്നനാവാൻ ആഗ്രഹിക്കും. അധിക മനുഷ്യരും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവരല്ല. 4-ാം അധ്യായം നിസായിലെ 32-ാം വചനത്തിൽ അല്ലാഹു പറയുന്നു, നിങ്ങളിൽ ചിലർക്ക് ചിലരേക്കാൾ കൂടുതലായി അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളോട് നിങ്ങൾക്ക് മോഹം തോന്നരുത്. അല്ലാഹു നല്ല കാർ നൽകിയല്ലോ, സമ്പത്ത് നൽകിയല്ലോ, മറ്റുള്ളവർക്ക് നൽകിയതിനെ മോഹിക്കരുത്. അത് നിങ്ങൾക്ക് നഷ്ടമായിരിക്കും. ബുഖാരി വാള്യം 4 7020 നമ്പർ ഹദീസിൽ പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങളെക്കാൾ സമ്പത്ത് കുറഞ്ഞവരിലേക്ക് നിങ്ങൾ നോക്കുക, നിങ്ങളെക്കാൾ സമ്പന്നരിലേക്ക് നോക്കരുത്, അല്ലെങ്കിൽ ദൈവസ്മരണയിൽ നിന്ന് മാറിപ്പോകും, അല്ലാഹുവിനോട് നന്ദി കേട് തോന്നും. സമ്പത്ത് കുറഞ്ഞവരിലേക്ക് നോക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കാറില്ലാത്തവനെ കാണുമ്പോൾ നമുക്ക് തോന്നും, എനിക്ക് ചെറിയൊരു കാറെങ്കിലും ഉണ്ടല്ലോ. മേഴ്സിഡസ് കാറുള്ളവനെ നോക്കരുത്, എന്താ എനിക്ക് മേഴ്സിഡസ് കാർ ഇല്ലാത്തത്. ചെറിയ കാറുള്ളവൻ കാറില്ലാത്തവനെ കാണുമ്പോൾ അല്ലാഹുവിനോട് നന്ദി തോന്നും. മേഴ്സിഡസ് ഉള്ളവനുമായി താരതമ്യം ചെയ്താൽ, എന്താ എനിക്ക് മേഴ്സിഡസ് തരാത്തത്. നിങ്ങളെക്കാൾ സമ്പത്ത് കുറഞ്ഞവരിലേക്ക് നോക്കുക, അത് അല്ലാഹുവിനെ സ്മരിക്കാൻ നിങ്ങളെ സഹായിക്കും. ഇത് മനുഷ്യപ്രകൃതമാണ്. ഷൂ ഇല്ലാത്തതുകൊണ്ട് പരാതി പറയുന്ന ഒരു മനുഷ്യൻ കാലില്ലാത്ത ഒരാളെ കാണുന്നതുവരെ അവന് പരാതിയായിരിക്കും. ഷൂ ഇല്ലാത്തവൻ അല്ലാഹുവിനോട് പരാതി പറയും. കാലില്ലാത്തവനെ കാണുമ്പോൾ അവൻ അല്ലാഹുവിനോട് നന്ദി പറയും. ഏറ്റവും ചുരുങ്ങിയത് എനിക്ക് കാലെങ്കിലും തന്നില്ലേ. സംതൃപ്തി എന്നത് ഒരു പരീക്ഷണമാണ്. പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുഖാരി 8-ാം വാള്യം 6446 നമ്പർ ഹദീസ്, യഥാർത്ഥ സമ്പത്ത് സംതൃപ്തിയാണ്, അല്ലാതെ ധനമല്ല. ശരിക്കുമുള്ള ധനം സംതൃപ്തിയാണ്. അവൻ ഉള്ളതിൽ സംതൃപ്തനാവും. എന്താണ് ഉള്ളത്, അതിൽ അൽഹംദുലില്ലാഹ് പറയും. അതാണ് ശരിയായ രീതി. അവനാണ് യഥാർത്ഥ വിശ്വാസി, അവനാണ് യഥാർത്ഥ മുസ്ലിം. എന്തുകൊണ്ട് ചിലർ രോഗികളായും ചിലർ ആരോഗ്യവാന്മാരായും ജനിക്കുന്നതെന്ന് ചോദിക്കുന്നവരുണ്ട്. ചിലർക്ക് ഹൃദ്രോഗം, ചിലർ വികലാംഗർ. അല്ലാഹു അനീതി കാണിക്കുകയാണോ? ഖുർആൻ 4-ാം അധ്യായം 40-ാം വചനത്തിൽ അല്ലാഹു പറയുന്നു, തീർച്ചയായും അല്ലാഹു ഒരു അണുവോളം അനീതി കാണിക്കുകയില്ല. ഇത് പരീക്ഷണമാണ്. വിവിധ മനുഷ്യരെ വിവിധ രൂപത്തിലാണ് അല്ലാഹു പരീക്ഷിക്കുന്നത്. ഒരുപക്ഷെ കുട്ടികൾ പാപം ചെയ്യാത്തവരാണ്, അവരൊരിക്കലും കുറ്റം ചെയ്തിട്ടില്ല. 8-ാം അധ്യായം അൻഫാലിലൂടെ 28-ാം വചനത്തിൽ അല്ലാഹു പറയുന്നു, നിങ്ങളുടെ സ്വത്തുക്കളും സന്താനങ്ങളും ഒരു പരീക്ഷണമാണ്. ഇതേ സന്ദേശം 63-ാം അധ്യായം മുനാഫിക്കൂനിലെ 9-ാം വചനത്തിൽ ആവർത്തിക്കുന്നു, നിങ്ങളുടെ സ്വത്തുക്കളും സന്താനങ്ങളും അല്ലാഹുവെപ്പറ്റിയുള്ള സ്മരണയിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാതിരിക്കട്ടെ. അതൊരു പക്ഷേ രക്ഷിതാക്കൾക്കുള്ള പരീക്ഷണമായിരിക്കാം. ഒരു വ്യക്തിക്ക് ഒരു അപകടമുണ്ടാവുമ്പോൾ അതൊരു പരീക്ഷണമോ ശിക്ഷയോ ആയിരിക്കാം. അല്ലാഹുവിന്റെ സ്മരണയിൽ നിന്ന് തെറ്റിപ്പോയവർക്കുള്ള ശിക്ഷയായിരിക്കാം. സത്യമാർഗത്തിൽ ജീവിക്കുന്നവർക്കുള്ള പരീക്ഷണമായിരിക്കാം. രക്ഷിതാക്കൾ ഒരുപക്ഷെ നല്ല മുസ്ലിങ്ങളായിരിക്കാം. 5 നേരം നമസ്കരിക്കുന്നുണ്ട്, സക്കാത്ത് നൽകുന്നുണ്ട്, ഹജ്ജ് ചെയ്തിട്ടുണ്ട്, റമദാനിൽ നോമ്പെടുക്കുന്നുണ്ട്. എന്നിട്ടും അല്ലാഹു ഹൃദ്രോഗമുള്ള ഒരു കുട്ടിയെ നൽകുന്നു. ഒരു യഥാർത്ഥ വിശ്വാസി, ഒരു യഥാർത്ഥ മുസ്ലിം അൽഹംദുലില്ലാഹ് എന്ന് പറയും, അല്ലാഹുവിനോട് നന്ദി പറയും. അല്ലാഹു അവരെ പരീക്ഷിക്കുകയാണ്. നന്ദിയില്ലാത്ത വ്യക്തി, ഈ ബുദ്ധിമുട്ട് തരണം ചെയ്യാൻ കഴിയാത്ത വ്യക്തി പറയും, അവൻ അല്ലാഹുവിനോട് പരാതി പറയും, എന്തിനാണ് അല്ലാഹു എനിക്ക് വികലാംഗനായ ഒരു കുട്ടിയെ നൽകിയത്. വലിയ പരീക്ഷണത്തിന് വലിയ പ്രതിഫലമുണ്ടാവും. വലിയ പരീക്ഷണത്തിന് വലിയ പ്രതിഫലം. ഉദാഹരണത്തിന്, BA പരീക്ഷയ്ക്കിരിക്കുമ്പോൾ വിജയിച്ചാൽ ബിരുദധാരിയാകും, BA ഡിഗ്രി. MBBS ആണെങ്കിൽ പേരിനു മുമ്പ് ഡോക്ടർ എന്ന് കിട്ടും. പക്ഷെ BA പാസ്സാകുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി പ്രയാസമാണ് MBBS പാസ്സാവാൻ. വലിയ പരീക്ഷണത്തിന് വലിയ പ്രതിഫലം. ആ രക്ഷിതാക്കൾക്ക് സ്വർഗത്തേക്കാളുപരി ജന്നത്തുൽ ഫിർദൌസ് നൽകാൻ വേണ്ടിയായിരിക്കാം അല്ലാഹു പരീക്ഷിക്കുന്നത്. അല്ലാഹു അവർക്ക് വലിയ പ്രതിഫലം നൽകാൻ വേണ്ടിയായിരിക്കാം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കാരണം. തിർമിദിയിലെ 2398 നമ്പർ ഹദീസിൽ പറയുന്നു, ഒരാൾ ചോദിച്ചു, ഈ ലോകത്ത് കടുത്ത പരീക്ഷണം ലഭിക്കുന്നത് ആർക്കാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, എല്ലാ പ്രവാചകരും കടുത്ത പരീക്ഷണത്തിന് വിധേയരായിട്ടുണ്ട്. അതിനുശേഷം അവരോട് ഏറ്റവും കൂടുതൽ അടുത്തവർ, ഉന്നത വിശ്വാസിക്ക് പരീക്ഷണം കടുത്തതായിരിക്കും. കൂടുതൽ തഖ്വയുള്ളയാൾക്ക് അല്ലാഹു കൂടുതൽ പരീക്ഷണം നൽകും. MBBSൽ അഡ്മിഷൻ കിട്ടിയത് +2 ഉന്നത മാർക്കുണ്ടായതുകൊണ്ടാണ്. കൂടുതൽ പരീക്ഷണം. MBBS പാസ്സാവാൻ വലിയ പ്രയാസമാണ്. ഇവിടെയും പ്രവാചകന്മാരെ സാധാരണ മനുഷ്യരുമായി തഖ്വയുടെ കാര്യത്തിൽ താരതമ്യം ചെയ്യാൻ കഴിയില്ല. അവർ ദൈവത്തിന്റെ പ്രവാചകരായിട്ടും അവരെ പരീക്ഷിച്ചിട്ടുണ്ട്. പരീക്ഷണമില്ലാതെ ഒരു പ്രവാചകനും കഴിഞ്ഞുപോയിട്ടില്ല. പ്രവാചകന്മാർ ഉന്നത തഖ്വയുള്ളവർ ആയതുകൊണ്ട് സാധാരണക്കാരെക്കാൾ എത്രയോ ഇരട്ടി പരീക്ഷണത്തിന് അവർ വിധേയരായി. കൂടുതൽ തഖ്വയുള്ളവരെ അല്ലാഹു അതിനനുസരിച്ച് പരീക്ഷിക്കും. യഥാർത്ഥ വിശ്വാസിക്ക് പരീക്ഷണമുണ്ടായാൽ സുബ്ഹാനല്ലാഹ് എന്ന് പറയും.
അൽഹംദുലില്ലാ എന്ന് പറയും, അള്ളാഹുവിന് സ്തുതി എന്ന് പറയും. അതൊരു പരീക്ഷണമായി അവൻ എടുക്കുന്നു. ഒരു ദുരന്തമുണ്ടായാൽ ഒന്നുകിൽ പരീക്ഷണമായിരിക്കും, അല്ലെങ്കിൽ ശിക്ഷയായിരിക്കും. നല്ല തഖ്വയുള്ള പ്രവാചകന്മാർക്ക് ശിക്ഷയല്ല, പരീക്ഷണമായിരുന്നു. അവർ അത് വിജയിച്ചു. ഒരു നന്മ ഒരാൾക്ക് സംഭവിച്ചാൽ അത് പ്രതിഫലമോ അല്ലെങ്കിൽ പരീക്ഷണമോ ആയിരിക്കും. സമ്പത്ത് പ്രതിഫലമോ പരീക്ഷണമോ ആയിരിക്കും. നല്ല കാര്യം സംഭവിച്ചാൽ ഒന്നുകിൽ പ്രതിഫലമോ അല്ലെങ്കിൽ പരീക്ഷണമോ ആയിരിക്കും. ദൈവിക സ്മരണയിൽ നിന്ന് തെറ്റിപ്പോയവർ സമ്പത്ത് നൽകണേ എന്ന് പ്രാർത്ഥിച്ചാൽ അള്ളാഹു സമ്പത്ത് നൽകും, പരീക്ഷിക്കും. അവർ അതിൽ പരാജയപ്പെടും. ഈ ലോകത്ത് അവർക്ക് വേണ്ടുന്ന ആഡംബരം ലഭിക്കും, പരലോകത്ത് പരാജയം മാത്രമായിരിക്കും. ദാനധർമ്മം പരീക്ഷണമാണ്, സംതൃപ്തി പരീക്ഷണമാണ്, സന്താനങ്ങൾ പരീക്ഷണമാണ്. ധാരാളം പ്രാവശ്യം നമ്മൾ മനുഷ്യർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ട് ഉത്തരം ലഭിക്കുന്നില്ലെന്ന് പരാതി പറയാറുണ്ട്. എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരം നൽകാമെന്ന് അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, എന്നിട്ട് എന്തും ഞാൻ പ്രാർത്ഥിച്ചിട്ട് അള്ളാഹു ഉത്തരം നൽകുന്നില്ലല്ലോ. അള്ളാഹു പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു, പക്ഷെ അധിക സമയത്തും ഒന്നും സംഭവിക്കുന്നില്ല. ഇത് വൈരുദ്ധ്യമല്ലേ? 2-ാം അധ്യായം ബഖറയിലെ 216-ാം വചനത്തിൽ അള്ളാഹു പറയുന്നു, ഒരു കാര്യം നിങ്ങൾ വെറുക്കുകയും അത് നിങ്ങൾക്ക് ഗുണമായിരിക്കുകയും ചെയ്യാം. നിങ്ങൾ ഒരു കാര്യം ഇഷ്ടപ്പെടുകയും നിങ്ങൾക്കത് ദോഷകരമായിരിക്കുകയും ചെയ്തെന്ന് വരാം. അള്ളാഹു അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല. ഉദാഹരണത്തിന്, ഒരു യുവാവ് 20 വയസ്സ് പ്രായമുള്ളയാൾ BMW മോട്ടോർ സൈക്കിളിന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അവന് BMW മോട്ടോർ സൈക്കിൾ വേണം, വളരെ വേഗതയുള്ള മോട്ടോർ സൈക്കിൾ. പ്രാർത്ഥിക്കുന്നു, ഉത്തരം ലഭിക്കുന്നില്ല. അള്ളാഹുവിനറിയാം, ഇവന് മോട്ടോർ സൈക്കിൾ നൽകിയാൽ അപകടമുണ്ടാവും, എല്ല് പൊട്ടും, വികലാംഗനാവും. യഥാർത്ഥത്തിൽ അവനത് നൽകാതെ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയാണ് ചെയ്യുന്നത്. പ്രാർത്ഥിച്ചത് നൽകാതെ അള്ളാഹു അവന് ഉത്തരം നൽകുന്നു. മോട്ടോർ സൈക്കിൾ നൽകുന്നില്ല. അവൻ ഒരു നല്ല വ്യക്തിയല്ല, അവന് നല്ലതല്ലാത്ത കാര്യമാണ് അവൻ ചോദിക്കുന്നത്. നമുക്കറിയില്ല, അള്ളാഹുവിനറിയാം. അതുകൊണ്ട് അത് നൽകുന്നില്ല. അത് നൽകാതെ അള്ളാഹു ഉത്തരം ചെയ്യുകയാണ്. അധികം ആളുകളും അള്ളാഹു 2-ാം അധ്യായം 15-14 പറഞ്ഞതുപോലെ അള്ളാഹു പറയുന്നു, അതിക്രമങ്ങളിൽ വിഹരിക്കുവാൻ അവരെ അയച്ചുവിട്ടിരിക്കുകയാകുന്നു. സമ്പത്ത് ചോദിച്ചാൽ സമ്പത്ത് നൽകുന്നു. ധാരാളം ആളുകൾ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നു. അവർ സമ്പത്ത് ചോദിക്കുമ്പോൾ അള്ളാഹു സമ്പത്ത് നൽകുന്നു. അത് അവർക്കുള്ള പരീക്ഷണമാണ്. അവർ സ്വയം തന്റെ കുഴി ഒഴിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ നിരാശരാവേണ്ട. അള്ളാഹു എപ്പോഴും അവിടെയുണ്ട്. അള്ളാഹുവിൽ വിശ്വസിക്കുക. അതുകൊണ്ടാണ് ആത്മഹത്യ നിഷിദ്ധമാണെന്ന് ഖുർആൻ പറയുന്നത്. 4-ാം അധ്യായം നിസായിലെ 29-ാം വചനത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത്, തീർച്ചയായും അള്ളാഹു നിങ്ങളോട് കരുണയുള്ളവനാകുന്നു. അള്ളാഹുവിൽ വിശ്വാസമുണ്ടാവണം. ഒരാൾ ആത്മഹത്യ ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് നന്ദിയില്ലാത്തവനായിരിക്കും. അവൻ പറയും, അള്ളാഹു എനിക്ക് ധാരാളം പ്രശ്നങ്ങൾ നൽകി, അള്ളാഹു നീതിമാനല്ല, ഇനി ജീവിച്ചിട്ട് കാര്യമില്ല. 2-ാം അധ്യായം ബഖറയിൽ 286-ാം വചനത്തിൽ അള്ളാഹു പറയുന്നു, ഇത് ബഖറയിലെ അവസാനത്തെ വചനമാണ്. അള്ളാഹു ഒരാളോടും അയാളുടെ കഴിവിൽപ്പെട്ടതല്ലാതെ ചെയ്യാൻ നിർബന്ധിക്കുകയില്ല. ഇതാണ് ആ വചനത്തിന്റെ ആദ്യ ഭാഗം. 2-ാം ഭാഗത്ത് തുടരുന്നു, അതൊരു പ്രാർത്ഥനയാണ്. ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്ക് കഴിവില്ലാത്തത് ഞങ്ങളെ നീ വഹിപ്പിക്കരുതേ. 1-ാം ഭാഗത്ത് കഴിവിൽപ്പെടാത്തത് നിർബന്ധിക്കുകയില്ലെന്ന് വാഗ്ദാനം ചെയ്യുന്നു. പിന്നെന്തിനാണ് കഴിവില്ലാത്തത് ഞങ്ങളെ നീ വഹിപ്പിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നത്? നമ്മൾ സ്വന്തം കുഴി കുഴിക്കുകയാണ്. നമ്മൾ നമ്മൾക്ക് കഴിയാത്ത ഭാരം വഹിക്കുകയാണ്. നമ്മളാണ് കാരണക്കാർ. സമ്പത്ത് നൽകണേ എന്ന് നാം പ്രാർത്ഥിക്കുന്നു, അള്ളാഹു സമ്പത്ത് നൽകുന്നു. ഞങ്ങൾക്ക് കഴിവില്ലാത്തത് വഹിപ്പിക്കാൻ ഞങ്ങളെ നീ കാരണക്കാരാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുക. എപ്പോഴും നമുക്ക് അള്ളാഹു വിശ്വാസമുണ്ടായിരിക്കണം. അവനെ മാത്രം ആരാധിക്കുക. അവനാണ് സൃഷ്ടാവ്. നമ്മുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം അള്ളാഹുവിനെ ആരാധിക്കലാണ്, മറ്റാരെയും പ്രാർത്ഥിക്കാനല്ല. ഈ ലോകം പരലോകത്തേക്കുള്ള പരീക്ഷണം മാത്രമാണ്. അവന്റെ കൽപ്പന അനുസരിക്കുക, നമുക്ക് സംതൃപ്തി ലഭിക്കുക. എന്തുകൊണ്ട് തന്നെ പരീക്ഷിക്കപ്പെട്ടാലും അള്ളാഹുവിന് നന്ദി പറയുക. ഇതില്ല അതില്ല എന്നിങ്ങനെ നാം പരാതി പറയും. ജീവിക്കാൻ ആവശ്യമായ പ്രധാനപ്പെട്ട സംഗതി എന്താണ്? ചിലർ ഭക്ഷണമെന്ന് പറയും, ചിലർ വെള്ളമെന്ന് പറയും. എന്നാൽ വളരെ പ്രധാനപ്പെട്ടത് വായുവാണ്. കുറഞ്ഞ മിനിറ്റുകളാണെങ്കിലും ശ്വാസം കിട്ടിയില്ലെങ്കിൽ നാം മരിക്കും. നമ്മൾ ശ്വസിക്കുന്ന വായുവിന് നമ്മിൽ എത്ര പേർ അള്ളാഹുവിന് നന്ദി പറയുന്നുണ്ട്? നമ്മിൽ എത്ര പേർ അത് ചെയ്തു? എത്ര പേർ സൗജന്യമായി ലഭിക്കുകയാണെങ്കിൽ പിന്നെന്താ? അള്ളാഹുവിന് നന്ദി കാണിക്കണം. അള്ളാഹു നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകി.